എടി ഗീത അങ്ങാരിങ്ങോട്ടെങ്ങാനും വന്നോടി. എന്നാ ചേച്ചി? അങ്ങാരിങ്ങോട്ടെങ്ങാനും വന്ന് കണ്ടോ? ചേട്ടനോ? ആ ഇല്ലല്ലോ, കണ്ടില്ലല്ലോ. എന്നാ കണ്ടില്ലല്ലേ? ആ ഇതിലെ ഇറങ്ങി പോകുന്നൊന്നും ഇല്ല, കണ്ടില്ല. ഞാൻ കണ്ടില്ല. എന്നാ ചേട്ടനോടെ പോയി? ചേട്ടനെ അവിടെ കണ്ടില്ല. കണ്ടില്ലേ? അയ്യോ, ആരോ വിളിക്കുന്നുണ്ട് ചേച്ചി, ഞാൻ നോക്കട്ടെ. ഒന്ന് നോക്കിക്കേ. പുള്ളിക്കാരനാണോ നോക്കണം കേട്ടോ. ആണി എന്നോട് പെട്ടെന്ന് പറയണേ, എനിക്ക് കാരണമുണ്ട്. ആ ചേട്ടാ, അയ്യോ അയ്യോ, ഇതിലേ വന്നില്ല ചേട്ടാ. ചേച്ചിയെ കണ്ടില്ല, ഞാൻ ഇന്ന് കണ്ടേ ഇല്ല കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടില്ല. ആണോ? ആഹാ. ഓ, എന്നാ വീട്ടിൽ കാണും ചേട്ടാ. ആ എന്നാ ശരി. ആ ചേച്ചി, ചേട്ടനാ വന്നേ. ചേച്ചി എന്നാ പണിയും കാണിച്ചാ ഇങ്ങോട്ട് ഓടി വന്നേ? എവിടെ പോയി ഒളിച്ചിരിക്കുന്നത്? ചേച്ചി എന്നാ വേണ്ടതീനാ ചെയ്തത്? ഞാൻ വേണ്ടാതീനൊന്നും കാണിച്ചില്ല. ഏതാണ്ടെല്ലാം കിടന്നോണ്ട് കുറച്ചു. എനിക്ക് അരിശം കയറി. ഞാൻ പാത്രം വേസ്റ്റ് വെള്ളം എടുത്തു. വെള്ളം എന്റെ ഞാൻ അതെടുത്ത് ഇങ്ങനെ ഒറ്റ അതാ പറഞ്ഞ ചേട്ടൻ. ഇപ്പൊ ചേട്ടൻ എന്നെ ഓടിച്ചു. ഞാൻ ഇറങ്ങി ഇങ്ങോ ഓടി. ചേട്ടൻ പറമ്പിൽ പണിയെടുക്കുകയായിരുന്നു. ചേച്ചി അത് കണ്ടിട്ട് ചേച്ചി എന്തോ ദേഷ്യപ്പെട്ട് വേസ്റ്റ് വെള്ളം, മീൻ കഴുകിയ വെള്ളമൊക്കെയാണോ ചേട്ടൻ പറയുന്നത്? ഞാൻ മീൻ കഴുകിയതല്ല, പാത്രം കഴുകിയ വെള്ളം വരുന്നത്. അയാൾ അതല്ലാതായില്ല അപ്പുറവും പറഞ്ഞു. ചെയ്തത് ശരിയാണോ? ചേച്ചി ചെയ്തത് ശരിയാണോ? എന്റെ കലിയടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്തത് തെറ്റായി. അത് ഭയങ്കര കലിപ്പില്ല. ഇനിയിപ്പോ ഇനി എന്നാ ഞാൻ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും പോയി ഇരുന്നു, കലിപ്പ് മാറിക്കഴിയുമ്പോൾ ചെന്നാൽ മതി. അല്ല ചിലപ്പോൾ കിട്ടും നല്ലത്. ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലും. അയാൾ എന്നാ ചെയ്യുന്ന ഞാനൊന്ന് കാണട്ടെ. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടിയത്? ഇപ്പൊ അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു ഇതുപോലെ തോന്നി. അത് കാരണം ഞാൻ ഇങ്ങ് ഓടി പോന്നതാ. ഞാൻ നല്ല ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലും. ചെല്ലുമ്പോ എന്നെക്കിട്ട് എന്തേലും ചെയ്തെങ്കിൽ ഞാൻ കൈ കിട്ടുന്ന വലിച്ച് ഞാനും കൊടുക്കും. അതാ വേണ്ടേ. അങ്ങനെ അല്ലാതെ ഞാൻ വിട്ടുകൊടുക്കൊന്നുമില്ല. വിട്ടുകൊടുക്കുകയില്ല. ഞാൻ അന്നേരം ഒരു പേടി പോലെ തോന്നി. തെറ്റാണല്ലോ എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ നിന്റെ ഇതിലോട്ട് ഓടി പോകും. ഈ വേണ്ടാധീനം ചെയ്തിട്ടേ എന്റെ പുറകെ അയാൾ എന്നെ തിരക്കി നിന്റെ വേണ്ടാധീനം ചെയ്തിട്ട് പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണാലേ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ പിന്നെ എന്തെങ്കിലും വേണ്ടാനും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നാ വേണ്ട, മയ്യ പോക്കോ. ചേട്ടൻ അല്ല തുള്ളിക്കൊണ്ടാ പോയേക്കുന്നത്. അതൊക്കെയൊന്നുമല്ല, ഞാൻ നേരെ അങ്ങേല്ലേ. ഞാൻ ചോദിക്കും, താൻ ആരെ തേടിയാ ഗീതയുടെ വീട്ടിൽ പോയെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഇനി അതേന്ന് പറയാം. ചേച്ചി ഇവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞേ. ഇനി എന്നെയും കൂടെ അവിടെ നൊണച്ചിയാക്കല്ലേ കേട്ടോ. ചേച്ചി ഇവിടെ ഇല്ലെന്നാ പറഞ്ഞല്ലേ. എന്നാ ഈ മുറ്റത്ത് കിടന്ന് അടി കൂടില്ലേ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. വേഗം പോക്കോ. വേഗം ചെല്ല് ചേട്ടൻ്റെ അടുത്തേക്ക്. ചെല്ല്.